അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പോട്ട പെരുന്നാളാണ്. നമ്മ അവിടെ എത്തിപ്പിക്കും പരിപാടിയൊക്കെ സെന്ററിലെത്തി. ഞങ്ങൾ വന്നപ്പോ രണ്ടുപേരായിട്ടാണെങ്കിലും ഇപ്പൊ ഗ്യാങ്ങായി. ഗോകുല് മോന്റെ ആർക്കോ കമ്മലൊക്കെ നോക്കുന്നുണ്ട്. ആർക്കാണോ എന്തോ. ഞങ്ങൾ നടന്ന് പള്ളിയെത്തി. പള്ളിയുടെ ബ്യൂട്ടി കാണണല്ലോ. പള്ളി എന്തായാലും കളറായി. ഗോകുലേ വായിന്നൊക്കെ തീ വിട്ട് തുടങ്ങി. അതണക്കാനായിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഞാൻ അല്ലാട്ടാ തൊപ്പി വെച്ചേട്ടെ. കൂട്ടത്തിൽ എനിക്ക് കിട്ടി. വരുന്ന രണ്ടെണ്ണം ഐസ്ക്രീമിനെ മണടിച്ച് വന്നാന്ന് തോന്നുന്നു. മണികണ്ടെ ദേ രണ്ടരക്കെ അടിച്ചിരുന്നു. ആ ചേണ്ടപ്പെട്ട സ്കില്ല് ഗോകുലിന് ദേ ബ്ലൂ ചേച്ചിന് ഇഷ്ടമായി കേട്ടെ. അങ്ങനെ ഓരോ സെറ്റുകൾ പള്ളിയുടെ അകത്ത് കയറാൻ തുടങ്ങി. നല്ല ലൈറ്റ് കണ്ടപ്പോ ഞാനും ബാബും കൂടി വീഡിയോ എടുത്തു. അപ്പോഴാണ് ഈ ചാനലാണ്ടത്. ഇത് മറ്റേ സോളോ ഡാൻസർ. അറിയണവരാണ് പേര് കമന്റ്. ദൂരെ കണ്ടപ്പോ ഞാൻ ഒറിജിനലാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് ഫേക്ക് ആണ് ഗൈസ്. കടീറ്റെലിംഗ് ഗൈസ്. വെള്ളം വരച്ചിട്ടു. ചെണ്ടമേള തകർത്ത്. ആ തകർത്തന്റെ ബാക്കിയാണ് എന്റെ കയ്യിലിരി. അങ്ങനെ അങ്ങനെ പള്ളിയുടെ കോമ്പൗണ്ടി കയറി. ഗൈസായിട്ട് അവിടെ ഒരു ഇടിയുടെ മൂട് തുടങ്ങി. അങ്ങനെ പെരുന്നാൾ ഇടിയായി. പ്രശ്നമായി അവരായി അവരുടെ പാടാം. അങ്ങനെ നമ്മുടെ ഗോകുലിന്റെ ബേബിയൊക്കെ അവിടെ ഡാൻസ് തുടങ്ങി. ആഹാ ഏതാ പ്രൗഡി. ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ടും ഫോൺ നോക്കി പോയായിരുന്നു ചെറിയൊരു പേടി. ഇത്ര നേരം എത്ര ക്രൗഡ് ഉണ്ടായില്ല. പക്ഷെ നാസിക് ഡോൾ വന്നപ്പോൾ ഫുൾ ക്രൗഡ്. നാസിക് ഡോൾ കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി നേരെ വിട്ട് ചായ കടങ്ങി. ചായ കുടിച്ച് കഴിയുമ്പോൾ ഗോകുലിന് ഒരു ഇളക്കം തുടങ്ങി. കൊത്തൂറോട്ട് മേടിച്ചാലും ഗോകുലിന് വീട്ടിൽ പോകുന്ന ടെൻഡൻസി മനസ്സിലായൊരു ഇമോജിടാ. അവനാവത്താക്കൊന്നും മേടിച്ച് വീട്ടിൽ പോയി. ഞങ്ങൾ അങ്ങനെ കൊത്തൂറടിക്കായിട്ട് വെയിറ്റിംഗ് തുടങ്ങി. അങ്ങനെ കുറെ നേരത്തിന് ശേഷം ഞങ്ങൾക്ക് സാധനം കിട്ടി. അങ്ങനെ വീട്ടിൽ പോകാനായിട്ട് ഓല സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഓല സ്റ്റാർട്ട് ആവുള്ള. അപ്പൊ ഇത് സ്റ്റാർട്ടായി വരാനായിട്ട് ഒരു ടൈം എടുക്കും. അപ്പൊ ഓക്കെ ബൈ.